നമസ്കാരം. ധാരാളം സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കണ്ടന്റ് വരുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ 3 ടൈംസിൽ നടന്ന ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സാണ്. ഏകദേശം ഒരു 100 ക്വസ്റ്റ്യൻസിന് മുകളിലുണ്ട്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ ജെ.സി. ബോസ്. ജെ.സി. ബോസ് ആണ് ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് വൺ. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ ഏതാണ്? ആൻസർ തമിഴാണ്. തമിഴാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ. നെക്സ്റ്റ്. ബിഹു ഏത് സംസ്ഥാനത്തിലെ ഉത്സവമാണ്? ആൻസർ അസം. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് നേടിയ രാജ്യം ഏതാണ്? ഇംഗ്ലണ്ട്. നിലവിൽ ഗൂഗിൾ CEO ആയ ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചെ. തുടർച്ചയായി 7 ഒളിമ്പിക്സ് കളിച്ച ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാൻഡർ പേസ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി. കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ M.A. യൂസഫ് അലി. കൈക ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആൻസർ കർണാടകം. കർണാടകം. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം ഏതാണ്? ബാരൻ ദ്വീപ്. ഇന്ത്യയിൽ നിന്നും അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി? പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ മിസൈലുകൾ, ടാങ്കുകൾ, അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനം? DRDO. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ധ്യാൻചന്ദ്. ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക്? ചാർട്ടേഡ് ബാങ്ക്. ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി ഏതാണ്? ദേവനാഗരി ലിപി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇതാരുടെ വാക്കുകളാണ്? DS കോത്താരി. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ? BR അംബേദ്കർ. ഗദർ എന്ന പഞ്ചാബി വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിപ്ലവം. 1905 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരായിരുന്നു? ഹാർഡിഞ്ച് പ്രഭു. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്? ആചാര്യ വിനോബ ഭാവെ. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം? 6. ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം? 52 സെക്കൻഡ്. ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം? 22. തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? കാഞ്ചൻജംഗ. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം? നരേന്ദ്രനാഥ് ദത്ത. പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ബൽവന്ത് റായ് മേത്ത. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം? സേവന അവകാശ നിയമം. കുംഭമേള എത്ര വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത്? ആൻസർ 12 വർഷം. കുംഭമേള. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു?
കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ശെന്തരുണി. നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി താലോലം. വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന ചിന്തകൻ ചട്ടമ്പി സ്വാമികൾ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ്. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ്? സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം. പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി പെരിയാർ. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ AR രാജരാജ വർമ്മ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയ വ്യക്തി D ഉദയകുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളം. ഒന്നാം കേരള മന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 11. F ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ശാസ്താംകോട്ട തടാകം. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി 1949 നവംബർ 26. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 92. 1 രൂപ കറൻസി നോട്ടിൽ ഒപ്പിടുന്നത് ആര്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തി ആരാണ്? MV രാഘവൻ. പ്രത്യക്ഷരക്ഷാ നിയമസഭ എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് കുമാര ഗുരുദേവൻ. ഹൃദയ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളുടെ എണ്ണം 12. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. കേരളത്തിൽ നിലവിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയായിരുന്നു? 941. നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് നീലഗിരി. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ബാരൻ ദ്വീപ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ. ബക്രാനഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? സത്ലജ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ദക്ഷിണ ഗംഗ ആരാണ്? ഗോദാവരി. പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയിൽ. ശരാവതി. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഇന്ത്യൻ നാവികസേനാ ദിനം ജനുവരി 15. ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ ആൻസർ പൃഥ്വി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? അമേരിക്ക. വാരണാസി ഏത് നദീതീരത്താണ്? വാരണാസി ഗംഗ. മൂളാർ തടാകം ഏത് സംസ്ഥാനത്താണ്?
മൂളാർ തടാകം ഏത് സംസ്ഥാനത്താണ്? മൂളാർ ലേക്ക് ജമ്മു, മൂളാറല്ല ഊളാർ ലേക്ക് എന്നാണ്. ഊളാർ ലേക്ക് ആണെങ്കിൽ ജമ്മു കാശ്മീരാണ് കേട്ടോ. ഊളാർ ലേക്ക് ആണെങ്കിൽ ജമ്മു കാശ്മീരാണ്. ഊളാർ ലേക്ക് ജമ്മു കാശ്മീരിലാണ്. ഊളാർ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 ഭാഗം പ്രതിപാദിക്കുന്നത് എന്താണ്? 5-11 ഏതാണ്? പൗരത്വം. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010 2010. ഇന്ത്യയുടെ പ്രഥമ പൗരൻ, പ്രസിഡന്റ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് എന്നാണ്? 1976 76 മൗലിക കടമകൾ നിലവിൽ വന്നത്. സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുവാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് വരവ് ചെലവ് കണക്കുകൾ നോക്കുന്നത്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി, മജിസ്ട്രേറ്റ് കോടതി. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005. ലോക ഭൗമദിനം ഏപ്രിൽ 22. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ. നീലഗിരി. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം എത്രയാണ്? 925 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോടനാട്. കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. മുത്തങ്ങ വന്യജീവി സങ്കേത കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത്. മുത്തങ്ങ വന്യജീവി സങ്കേതം. ആൻസർ ആന. കേരളത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് എന്നാണ്? 2002. ശിശു സൗഹാർദ്ദ സംസ്ഥാനം 2002. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് 1940. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ. വിദ്യാധിരാജ എന്ന പേരറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം. ഇതിൽ പറയുമ്പോൾ തിരുവനന്തപുരം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. കുറിച്യ കലാപം നടന്ന വർഷം ഏതാണ്? 1812. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരം ചമ്പാരൻ സമരം. ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം റൂർക്കല, ജർമ്മൻ. ISRO രൂപീകൃതമായത് 1969. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം മംഗൾയാൻ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി.
ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയായ സംഭവം. ചൗരി ചൗര സംഭവം. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം. ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ. ലോക ജലദിനം മാർച്ച് 22. ലോക ജലദിനം മാർച്ച് 22. 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ചിലി. സച്ചിൻ ടെണ്ടുൽക്കർക്ക് അർജുന അവാർഡ് ലഭിച്ച വർഷം. അർജുന അവാർഡ് 94. 2018 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി റഷ്യ. ട്രിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ ജേതാവായ PV സിന്ധു ലോക റാങ്കിങ്ങിൽ എത്രാമത്തേതാണ്? This question is related. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടക, തമിഴ്നാട്. കർണാടക, തമിഴ്നാടാണ് കാവേരി. കർണാടക, തമിഴ്നാട്. 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് സിയാച്ചിൻ. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ആദ്യ ഭാഷ. ശ്രേഷ്ഠ ഭാഷ തമിഴ് തന്നെ. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. ആധാർ കാർഡ് സംസ്ഥാനം മഹാരാഷ്ട്ര. താഴെ പറയുന്നവയിൽ ഹിമാലയ പർവ്വതനിരയുടെ സവിശേഷത ഏതാണ്? താഴെ പറയുന്നവയിൽ ഹിമാലയ പർവ്വതനിരയുടെ സവിശേഷത ഏത്? കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു. കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്. ആൻസർ നിസ്സഹകരണ സമരം. താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? പാമ്പാർ. കേരള നിയമസഭയിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്രയാണ്? 2. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം പ്ലേഗ് ബോണസ്. ജാതിക്കുമ്മിയുടെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി. 1956 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. 1956 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 1956 ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിൻ്റെ ചെയർപേഴ്സൺ. കിഫ്ബി ബോർഡിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കുറവ് ആലപ്പുഴ ജില്ല. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ ഏതാണ്? മേധ. കല്ലുമാല സമരം നടന്ന സ്ഥലം പെരിനാട്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പഠനരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ഗവേണൻസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിക്കുന്നത് എവിടെയാണ്? അട്ടാരി. ദേശീയ പതാക സ്തംഭം സ്ഥാപിക്കുന്ന എവിടെയാണ്? അട്ടാരി. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? പാമ്പാടും ചോല.
സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? രാമകൃഷ്ണ മിഷൻ. കറൻസിയേതര പണ കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാക്കുന്ന മൊബൈൽ ആപ്പ്. ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ. ഡിലീറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. മൂലമറ്റം. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം? സിക്കിം, ടിബറ്റ്. നാഥുല ചുരം സിക്കിം, ടിബറ്റ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്, 37 ഡിഗ്രി 6 വടക്കാണ്. 8 4 37 6. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. റോഹ മംഗലാപുരം. കൊങ്കൺ റെയിൽവേ റോഹ മംഗലാപുരം. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടി ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ 1444 144. സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ്ണ പതാകയിൽ രേഖപ്പെടുത്തിയിരുന്ന താമരകളുടെ എണ്ണം. സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ്ണ പതാകയിൽ രേഖപ്പെടുത്തിയിരുന്ന താമരകളുടെ എണ്ണം എത്രയാണ്? 8 എണ്ണം. വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യശാഖയിൽ പെടുന്നതാണ്? നോവൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. നെക്സ്റ്റ് വൺ. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ഉയർത്തിയത്. വൈകുണ്ഠ സ്വാമികൾ. മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ്. കെ കേളപ്പൻ. വിദ്യാധിരാജ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. ചട്ടമ്പി സ്വാമികൾ. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം. അമരാവതി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവ്. തലയ്ക്കൽ ചന്തു. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം. മൊറാഴ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് ഏയോഹ്യം സ്ഥാപിച്ച സംഘടന. ഇന്ത്യൻ നാഷണൽ യൂണിയനാണ്. നയി താലീം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. നീൽ ദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവ്. ദീനബന്ധു മിത്ര. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചിട്ടാണ്? 32-ാം അനുച്ഛേദം. ഇന്ത്യൻ ദേശീയ മുദ്രയുടെ അടിസ്ഥാനമായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. സാരനാഥ്. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥൻ്റെ മേൽ ശരിയായ മറുപടി നൽകുന്നവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? 250 രൂപ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം.
മൗലിക കടമകൾ. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ DK കാർവി. വനിതാ സർവകലാശാലയാണ് DK കാർവി. കേരളത്തിലെ ഔദ്യോഗിക മൃഗം മംഗളപുരം പക്ഷിസങ്കേതം നഗരത്തിലാണ്? എറണാകുളം. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ അറബിക്കടൽ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂർ. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? ലോകായുക്ത. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി ഏതാണ്? ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, കാശ്മീർ, ജുനാഗഡ്. 2016 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം 2016 മാൻ ഹോൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ചെമ്പഴന്തി. നെക്സ്റ്റ് വൺ. മിശ്രവിവാഹത്തിൻ്റെ പ്രചാരണത്തിനു വേണ്ടി സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് ആരാണ്? ആൻസർ VT ഭട്ടതിരിപ്പാട്. മിശ്രവിവാഹത്തിൻ്റെ പ്രചരണത്തിനു വേണ്ടി സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദി? ആൻസർ തിസ്ത. താങ്ക് യു.